വയനാട് തിരുനെല്ലി മുള്ളൻകൊല്ലിയിൽ കാലിനും തുമ്പിക്കൈക്കും പരിക്കേറ്റ കുട്ടിയാന നാട്ടിലിറങ്ങി. വന്യജീവി ആക്രമണത്തിലാണ് പരിക്കേറ്റത് എന്നാണ് കരുതുന്നത്. ആനയെ വനവകുപ്പ് പിടികൂടി ശുശ്രൂഷ നൽകിയിട്ടുണ്ട്. കുട്ടിയാന ഇപ്പോൾ നിരീക്ഷണത്തിൽ തുടരുകയാണ്. ഇന്നത്തെ ദിവസം ആ കുഞ്ഞാന നമ്മളെ ചില്ലറയൊന്നുമല്ല ഓടിച്ചത്. ഇന്ന് രാവിലെ മുതലാണ് ഒരു കുട്ടിയാന കാട്ടിക്കുളം മുള്ളൻകൊല്ലിയിൽ നാട്ടുകാരുടെ ശ്രദ്ധയിൽ വരുന്നത്. ഇവിടുത്തെ തോട്ടങ്ങളിലും റോഡിലും വീടുകൾക്ക് സമീപത്തും കുട്ടിയാന എത്തി. ഗുരുതരമായ പരിക്കുകൾ ആനയുടെ ശരീരത്തിലുണ്ടായിരുന്നു. തൃശ്ശിലേരി വനമേഖലയിൽ നിന്നാണ് കുട്ടിയാന എത്തിയത്. കാലിനും തുമ്പിക്കൈക്കും സാരമായ പരിക്കുണ്ടായിരുന്നു. കാടോരത്ത് താമസിക്കുന്നവർ പുലർച്ചെ മുതൽ തള്ളയാനയുടെ കരച്ചിൽ കേട്ടിരുന്നു. ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയ കുട്ടിയാന തോട്ടങ്ങളിലും വീടുകൾക്ക് സമീപത്തും കറങ്ങി നടന്നു. ചെവി ഒരു വർഷം പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു മുറിവുണ്ട്. വേറെ കുഴപ്പമൊന്നും കാണാനില്ല. കടുവ ഓടിച്ചിട്ടാണ് ഇത് ഓടി വന്നത്. എന്തായാലും കാലിന് നല്ല മുറിവുണ്ട്. അതേപോലെ തന്നെ എന്തായാലും ഇന്ന് തള്ളയാന കുട്ടീനെ തെരഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. DFO മാർട്ടിൻ ലോവൽ, വെറ്ററിനറി ഓഫീസർ ഡോക്ടർ അജേഷ് മോഹൻദാസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള വനംവകുപ്പ് സംഘം സ്ഥലത്തെത്തി. വല വീശുന്നതിനിടയിൽ കുട്ടിയാന ഓട്ടം തുടങ്ങി. ഒടുവിൽ വീടിന് സമീപത്തെ മാവിന് താഴെ വെച്ച് ആനയെ വലയിലാക്കി. 1 വയസ്സുള്ള കുട്ടിയാനയാണിത്. ആനയുടെ കാൽപാദം തകർന്ന നിലയിലാണ്. തോൽപ്പെട്ടിയിലെത്തിച്ച് ശുശ്രൂഷ നൽകി. നിരീക്ഷണത്തിൽ തുടരുകയാണ് കുട്ടിയാന. കുട്ടിയാനയെ തോൽപ്പെട്ടിയിലെ വനംവകുപ്പ് ഓഫീസിലേക്ക് മാറ്റിയിട്ടുണ്ട്. മുറിവുണങ്ങാൻ ഏറെക്കാലമെടുക്കും. പരിചരണം നൽകുന്നുണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. കമന്റ് ബോക്സിൽ ചില പ്രേക്ഷകർ ഈ കുട്ടിയാനയെ കാണാൻ നല്ല രസമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കാര്യങ്ങൾ അങ്ങനെയല്ല. ഈ കുട്ടിയാനയ്ക്ക് പിന്നാലെ ആനക്കൂട്ടവും എത്തുമോ എന്ന ആശങ്ക ആ പ്രദേശവാസികൾക്കുണ്ട്. നോക്കാം ചില പ്രതികരണം. കടുവ ഓടിച്ചിട്ടാണ് ആന ഇങ്ങോട്ട് ഓടി വന്നത്, ആനക്കുട്ടി ഓടി വന്നത്. അതിൻ്റെ ആ കുട്ടിയുടെ അമ്മ ആന അവിടെ ഭയങ്കര കരച്ചിലാണ്. ഇപ്പോൾ രാത്രി ആയാലും ചിലപ്പോൾ നാട്ടിലേക്ക് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. ഞങ്ങളുടെ വീട് ഫോറസ്റ്റിൻ്റെ സൈഡിൽ തന്നെയാണ്. അപ്പോൾ ഇറങ്ങി വരാൻ സാധ്യതയും രാത്രി കാലത്ത് ഇതിൽ പോകാൻ ബുദ്ധിമുട്ടാണ്. സ്ഥിരമായിട്ട് ആദ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫെൻസിങ്ങിൻ്റെ ഇത് ഇട്ടുകൊണ്ട് വലിയ ശല്യമില്ല. എന്നാലും ഈ കുട്ടിയാന ഇങ്ങോട്ട് ഇറങ്ങിയത് കൊണ്ട് ഇപ്പം ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. കൊല്ലിയിൽ 1/2 കിലോമീറ്റർ അപ്പുറമാണ് ഇതിൽ കൊല്ലിയുള്ളത്. അവിടെ ആന ഇപ്പോൾ ഉണ്ട് ഓൾറെഡി. ഇനിയിപ്പോൾ രാത്രി ആകുമ്പോൾ ചിലപ്പം കുഞ്ഞിനെ അന്വേഷിച്ച് ചിലപ്പം കയറി വരാൻ സാധ്യതയുണ്ട്. കാട് ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ കഴിഞ്ഞാൽ ഫോറസ്റ്റ് തന്നെയാണ് ഇവിടെ വരുന്നത്. ഈ കുട്ടിയാനയുമായി ബന്ധപ്പെട്ടപ്പോൾ ഏറ്റവും ഒടുവിലായ ഒരു വിവരം കൂടി വയനാട്ടിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. അത് ഈ വയനാട് തിരുനെല്ലി മുള്ളൻകൊല്ലിയിൽ നാട്ടിലിറങ്ങിയ ഈ കുട്ടിയാനയെ ചികിത്സയ്ക്ക് ശേഷം കാട്ടിൽ വിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആനയെ വനവകുപ്പ് തുടർച്ചയായി നിരീക്ഷിക്കും. തള്ളയാന നിൽക്കുന്ന മേഖലയിൽ എത്തുന്ന വിധത്തിലാണ് കുട്ടിയാനയെ വിട്ടിരിക്കുന്നത് എന്നാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. എന്തായാലും ആ ആനക്കൂട്ടത്തിനൊപ്പം, തള്ളയാന നിൽക്കുന്ന കൂട്ടത്തിനൊപ്പം ചേരാൻ കുട്ടിയാനയ്ക്ക് കഴിയും എന്ന് പ്രതീക്ഷിക്കാം. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുർജിത്ത്, ഇപ്പോൾ ഈ പ്രാഥമിക ചികിത്സയൊക്കെ നൽകിയതിനു ശേഷം നല്ല പരിക്കുണ്ടായിരുന്നു തുമ്പിക്കൈയിലും കാലിലുമൊക്കെ. അതിനൊക്കെ ചികിത്സ നൽകിയതിനു ശേഷം കാട്ടിലേക്ക് തന്നെ ഈ കുട്ടിയാനയെ വിട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഈ തള്ളയാന നിൽക്കുന്ന മേഖലയിലാണ്. അത് ആനക്കൂട്ടത്തിനൊപ്പം തന്നെ ചേരാനുള്ള സാധ്യത. വനവകുപ്പ് എന്താണ് അതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? റിജിത്ത്, തോൽപ്പെട്ടി മേഖലയിൽ അവിടെ നിന്നുമാണ് ആനയെ ചികിത്സയ്ക്ക് ശേഷം വിട്ടയച്ചിരിക്കുന്നത്. അതായത് അതിനു വേണ്ട ചികിത്സ, ആന്റിബയോട്ടിക്കുകൾ, ഒപ്പം തന്നെ മുറിവുകളിൽ മരുന്ന് വെച്ച് കെട്ടൽ ഉൾപ്പെടെയുള്ളവ എല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അത് പ്രോട്ടോകോൾ പ്രകാരം എല്ലാ നടപടികളും പൂർത്തിയാക്കി. അതിനുശേഷമാണ് ഈ ആനയെ വൈകിട്ടോടുകൂടി തിരിച്ച് വനം മേഖലയിലേക്ക് അയച്ചിരിക്കുന്നത്. അതായത് ഈ തള്ളയാന നിൽക്കുന്ന ആ സ്ഥലത്തേക്ക്, അതായത് നിൽക്കുന്ന പ്രദേശത്തേക്ക് എത്താവുന്ന വിധത്തിലാണ് ഇപ്പോൾ ആനയെ അയച്ചിട്ടുള്ളത്. എന്തായാലും അത് സുഖപ്പെട്ടു വരുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കുള്ളത്. മാത്രമല്ല അതിന്റെ മോണിറ്ററിംഗ് തുടരാനുള്ള നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. അത് ആനയെ തുടർച്ചയായി വാച്ചർമാരെ ഉപയോഗിച്ചുകൊണ്ട് അതൊരു മോണിറ്ററിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ന് പുലർച്ചെയാണ് മുള്ളൻകൊല്ലി, തിരുനെല്ലി തൃശ്ശിലേരിക്ക് അടുത്തുള്ള മുള്ളൻകൊല്ലി എന്ന് പറയുന്ന പ്രദേശത്ത് കാട് വിട്ട് ആന ഇറങ്ങി വന്നത്. വന്യമൃഗത്തിന്റെ ആക്രമണം ആണ് ഉണ്ടായിട്ടുള്ളത്. അതേ
തുടർന്നാണ് പരിക്കേറ്റ ഈ ആന നാട്ടിലേക്ക് ഇറങ്ങി വന്നതെന്നുള്ളതാണ് വ്യക്തമാവുന്നത്. എന്തായാലും അത് ഏതൊരു വന്യമൃഗം ഓടിച്ചതാണെന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടുമുണ്ട്. ഡോക്ടർ അജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആണ് ചികിത്സ ലഭ്യമാക്കി ആനയെ കാട്ടിലേക്ക് അയച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ DFO മാർട്ടിൻ ലോവലും സ്ഥലത്തുണ്ടായിരുന്നു. ഇവരുടെ നേതൃത്വത്തിലാണ് നടപടിക്രമങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇപ്പോൾ ആനയെ കാട്ടിലേക്ക് അയക്കുന്ന നടപടി പൂർത്തിയാക്കിയിരിക്കുന്നത്. രജിത്ത്. ശരി സുർജിത്ത്, 10 വിവരങ്ങൾ നൽകുകയായിരുന്നു. തള്ളയാന നിൽക്കുന്ന മേഖലയിൽ എത്തുന്ന വിധത്തിൽ ഇപ്പോൾ ഈ കുട്ടിയാനയെ ചികിത്സയൊക്കെ നൽകിയതിനു ശേഷം ഉഷാറാക്കിയതിനു ശേഷം കാട്ടിലേക്ക് തന്നെ വിട്ടിട്ടുണ്ട്. ആ ആനക്കൂട്ടത്തിനൊപ്പം അത് ഉടൻ തന്നെ ചേരും എന്ന് നമുക്ക് കരുതാം.